എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥ. എന്തുകൊണ്ടാണ് എപ്പോഴും പാലക്കാട് ഇത്ര ചൂട്? ചിന്നാർ എങ്ങനെയാണ് ഒരു മഴയില്ലാത്ത പ്രദേശമായി മാറിയത്? ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും പരീക്ഷയിൽ മാർക്ക് ഉറപ്പിക്കാനും ഈ ഒരു വിശകലനം നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം കേരളത്തിന്റെ അടിസ്ഥാന കാലാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ഓരോ സീസണുകളുടെയും, അതായത് ശൈത്യം, വേനൽ, പിന്നെ നമ്മുടെ 2 മഴക്കാലങ്ങൾ വിശദമായിട്ട് കടന്നുപോകും. അതിനുശേഷം പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന റെക്കോർഡുകളും കണക്കുകളും നോക്കും. അവസാനം എല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാൻ ഒരു റിവിഷനും ഉണ്ടാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഭാഗം, കേരളത്തിന്റെ അടിസ്ഥാന കാലാവസ്ഥ. നമ്മുടെ കാലാവസ്ഥയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഭൂമധ്യരേഖയോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2, നമുക്കൊരു വശത്ത് അറബിക്കടലും മറുവശത്ത് പശ്ചിമഘട്ടവും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. പരീക്ഷയിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് അങ്ങേയറ്റത്ത് ചൂടോ തണുപ്പോ അനുഭവപ്പെടാത്തതെന്ന്. അതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ: കടലിന്റെ സാമീപ്യം. കടലിന്റെ ഈ സ്വാധീനം കാരണം നമ്മുടെ കാലാവസ്ഥ ട്രോപ്പിക്കൽ മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഈയൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കാതെ ഓർത്തുവെക്കുക. ശരി, ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട 4 ഋതുക്കളിലേക്ക് കടക്കാം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപുള്ള ശൈത്യകാലവും വേനൽക്കാലവുമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ കാണുന്നതാണ് കേരളത്തിലെ ഒരു വർഷത്തെ കാലാവസ്ഥയുടെ ഒരു ചിത്രം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലം, പിന്നെ മാർച്ച് മുതൽ മെയ് വരെ നീളുന്ന വേനൽക്കാലം. അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട മഴക്കാലമായ സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ കാലവർഷം, അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അവസാനം ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ തുലാവർഷം. ഈയൊരു ക്രമം കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കണം. വേനൽക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ PSC ഒഴിവാക്കാത്ത 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമതേത്, ഏറ്റവും ചൂട് കൂടിയ ജില്ല. ഉത്തരം പാലക്കാടാണ്. കാരണം പാലക്കാട് ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റ് വരുന്നതുകൊണ്ടാണ്. എന്നാൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മാറും. അത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. ഈ ജില്ലയും പ്രദേശവും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, കേരളത്തിന്റെ ജീവനാഡി എന്ന് തന്നെ പറയാവുന്ന ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ. നമ്മളെല്ലാവരും കാലവർഷം എന്ന് വിളിക്കുന്ന ഈ മഴക്കാലം ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ വരെ നീളും. കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ സമ്മാനിക്കുന്നതും ഈ കാലവർഷം തന്നെയാണ്. കാലവർഷത്തിന് പരീക്ഷകളിൽ ചോദിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഇടവപ്പാതി. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നറിയാമോ? മലയാള മാസമായ ഇടവത്തിന്റെ പകുതിയോടെയാണ് ഈ മഴ തുടങ്ങുന്നത്. ഇടവത്തിലെ പാതി, അതുകൊണ്ടാണ് ഇടവപ്പാതി എന്ന് പറയുന്നത്. അപ്പോൾ ഇടവപ്പാതി എന്ന് കേട്ടാൽ അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെന്ന് ഉറപ്പിച്ചോളൂ. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് ഇത്രയധികം മഴ കിട്ടുന്നത്? വളരെ ലളിതമായി പറയാം. അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനു മുന്നിൽ പശ്ചിമഘട്ടം ഒരു വലിയ സ്പീഡ് ബമ്പ് പോലെ തടസ്സമായി നിൽക്കും. ഈ മലനിരകളിൽ തട്ടി കാറ്റ് മുകളിലേക്ക് ഉയരുകയും തണുത്ത് ഘനീഭവിച്ച് വലിയ മേഘങ്ങളായി മാറുകയും കേരളത്തിൽ കനത്ത മഴയായി പെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു വെറും കാറ്റല്ല, ഇതിനൊരു ചരിത്രം തന്നെയുണ്ട്. AD 45 ഹിപ്പാലസ് എന്നൊരു ഗ്രീക്ക് നാവികൻ ഈ കാറ്റുകളുടെ കൃത്യമായ ദിശ കണ്ടെത്തി. ഇത് കേരളവുമായുള്ള കച്ചവട ബന്ധങ്ങളിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അതുവരെ മാസങ്ങളെടുത്തിരുന്ന യാത്ര എളുപ്പമാക്കി. ഈ കണ്ടെത്തലിന്റെ ബഹുമാനാർത്ഥം സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ഹിപ്പാലസ് കാറ്റെന്നും വിളിക്കാറുണ്ട്. ഹിപ്പാലസ് AD 45. ഈ 2 പോയിന്റുകളും ഓർത്തുവെക്കണം. അപ്പോൾ ഈ കാലവർഷം കൊണ്ട് കേരളത്തിന് ശരാശരി എത്ര മഴ കിട്ടുന്നുണ്ട്? ആ കണക്ക് വളരെ പ്രധാനമാണ്. ഏകദേശം 200 സെന്റിമീറ്റർ. നമ്മുടെ ഒരു വർഷത്തെ ആകെ മഴയുടെ സിംഹഭാഗവും ഈ 4 മാസം കൊണ്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കണക്ക് വളരെ പ്രധാനമാണ്. കാലവർഷം കഴിഞ്ഞാൽ അടുത്ത മഴക്കാലമായി. അതാണ് ദ നോർത്ത് ഈസ്റ്റ് മോൺസൂൺ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തുലാവർഷം. ഇതിനെ പിൻവാങ്ങുന്ന മൺസൂൺ അഥവാ റിട്രീറ്റിംഗ് മോൺസൂൺ എന്നും പറയാറുണ്ട്. കാരണം ഈ സമയത്ത് കാറ്റിന്റെ ദിശ നേരെ തിരിഞ്ഞ് കരയിൽ നിന്ന് കടലിലേക്കാണ് വീശുന്നത്. ഈ ടേബിൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാലവർഷവും തുലാവർഷവും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ഒന്നാമതായി മാസങ്ങൾ. കാലവർഷം 4 മാസം, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. തുലാവർഷം 2 മാസം, ഒക്ടോബർ നവംബർ. കാറ്റിന്റെ ദിശ. കാലവർഷം അറബിക്കടലിൽ നിന്ന്, തുലാവർഷം ബംഗാൾ ഉൾക്കടലിൽ നിന്ന്. മഴയുടെ അളവ്. കാലവർഷത്തിൽ 200 സെന്റിമീറ്റർ കിട്ടുമ്പോൾ തുലാവർഷത്തിൽ വെറും 50 സെന്റിമീറ്ററാണ്. തുലാവർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഉച്ച കഴിഞ്ഞ് വരുന്ന ഇടിവെട്ടും മിന്നലോടും കൂടിയ മഴയാണ്.
ഈ വ്യത്യാസങ്ങൾ ഉറപ്പായും പഠിക്കണം. വെറുതെയല്ല മൺസൂണിനെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ കൃഷി, പ്രത്യേകിച്ച് നെല്ല്, റബ്ബർ പോലുള്ള വിളകൾ, നമ്മുടെ ഡാമുകളിലെ വെള്ളം, വൈദ്യുതി ഉൽപ്പാദനം, ഇതെല്ലാം ഈ മൺസൂണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു കാലവർഷം കിട്ടിയാൽ അത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് റെക്കോർഡുകളിലേക്കാണ് കടക്കുന്നത്. PSC പരീക്ഷകളിൽ നേരിട്ട് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ നിങ്ങൾക്കായി ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉത്തരം എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിലേക്കുള്ള മഴയുടെ പ്രവേശന കവാടമെന്നൊക്കെ നേര്യമംഗലത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ പേരും ജില്ലയും ഓർത്തുവയ്ക്കുക. ശരി, അടുത്ത ചോദ്യം: ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഉത്തരം ഇടുക്കി ജില്ലയിലെ ചിന്നാർ ആണ്. അതിന്റെ കാരണം ചിന്നാർ ഒരു റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനിഴൽ പ്രദേശമാണ് എന്നതാണ്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവിലായതുകൊണ്ട് മഴമേഘങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്. ഇത് തമ്മിൽ മാറിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതുകൊണ്ട് കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം വയനാട്ടിലെ ലക്കിടിയാണ്. എന്നാൽ ഒരു ജില്ല എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. സ്ഥലം ചോദിച്ചാൽ ലക്കിടി, ജില്ല ചോദിച്ചാൽ കോഴിക്കോട്. ഇത് ഓർമ്മയിൽ വയ്ക്കുക. ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതെല്ലാം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു ക്വിക്ക് റിവിഷനിലേക്കും കുറച്ച് പരിശീലന ചോദ്യങ്ങളിലേക്കും കടക്കാം. പരീക്ഷാ ഹാളിൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഈ മാസങ്ങൾ ഓർത്തുവയ്ക്കാൻ ചില എളുപ്പവഴികളുണ്ട്. അതാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. വിന്ററിന് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. സമ്മറിന് മാർച്ച്, ഏപ്രിൽ, മെയ്. സൗത്ത് വെസ്റ്റ് മൺസൂണിനാണ് ഏറ്റവും കൂടുതൽ മാസങ്ങൾ: ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അവസാനം നോർത്ത് ഈസ്റ്റ് മൺസൂൺ: ഒക്ടോബർ, നവംബർ. ഈ ക്രമവും മാസങ്ങളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. റെഡിയല്ലേ? നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം മനസ്സിൽ കാണുക. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം? ഉത്തരം ജൂലൈ. ദക്ഷിണേന്ത്യൻ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. മൺസൂണിന് മുമ്പുള്ള വേനൽ മഴയുടെ പേര്? മാംഗോ ഷവേഴ്സ്. മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾ? ക്യൂമുലോ നിംബസ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ഇതോടെ കേരളത്തിന്റെ